ഹായ് ഗായത്രി, നാളെ ജർമ്മനിക്ക് പോവല്ലേ? ഹാപ്പി അല്ലേ? അതെ, ഹാപ്പിയാണ്. നാളെയാണ് ഫ്ലൈ ചെയ്യുന്നത്. ഇത്രയും പെട്ടെന്ന് എല്ലാം ഓക്കെ ആവുന്നതിന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. എങ്ങനെയുണ്ടായിരുന്നു വോയേജിന്റെ കൂടെ ഉള്ള ഈ ഒരു ജേർണി? അത് വളരെ പെട്ടെന്നായിരുന്നു പോയത്. പറഞ്ഞൊരു ഷോർട്ട് ടൈമിൽ തന്നെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആകാമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തൊരു കാര്യമല്ലായിരുന്നു. ഞാനത് ഇമ്പോസിബിൾ ആണെന്നാണ് വിചാരിച്ചത്. ബട്ട് ത്രൂ വോയേജ് ഇതെല്ലാം പെട്ടെന്ന് തന്നെ പോസിബിളായി. ഈ ജർമ്മനിയിലേക്കുള്ള ഇന്റർവ്യൂ ഒക്കെ ഈ പറഞ്ഞ ഡ്യൂറേഷനിൽ തന്നെ നടന്നില്ലേ? അത് 1 വീക്കിനുള്ളിൽ തന്നെ നടന്നു. ജർമ്മനിയിലുള്ള വോയേജിന്റെ ഹെഡ് ഓഫീസ് IISc തന്നെയായിരുന്നു നമുക്ക് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിരുന്നത്. പിന്നെ ഇന്റർവ്യൂവിന് മുമ്പ് തന്നെ എനിക്ക് കുറെ ട്രെയിനിങ് സെഷൻസ് ഒക്കെ കിട്ടിയത് കൊണ്ട് തന്നെ എനിക്ക് ഇന്റർവ്യൂ വലിയൊരു ടെൻഷനുള്ള ഒരു കാര്യമായിട്ട് തോന്നിയിരുന്നില്ല. അതുമല്ല, ഇതൊരു ഇന്റർനാഷണൽ OSD എക്സാം സെന്ററോട് ആയതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെയായിരുന്നു എൻ്റെ എക്സാമും എഴുതിയിരുന്നത്. ഓക്കെ, ജർമ്മനിയിലേക്ക് ഈ ഫ്യൂച്ചറിൽ ജർമ്മനിയിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്ന നഴ്സസിനോട് ഗായത്രിക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, എന്നെ പോലെ ജർമ്മനി സ്വപ്നം കാണുന്ന ഒരു നേഴ്സ് ആണെങ്കിൽ അവരുടെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വോയേജ് ടു വിക്ടറി ആണ്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും സമയം പോയിട്ടില്ല. കാരണം ഞാൻ പഠിക്കുന്ന ടൈം തന്നെ എൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നടന്നു. അതുപോലെ ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ എനിക്കെല്ലാം കഴിഞ്ഞു. അപ്പോൾ അത് തന്നെ നമുക്ക് വലിയൊരു കാര്യമാണ്, ഒരു ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ടെൻഷനൊന്നും അടിക്കേണ്ട വന്നിട്ടില്ല. അപ്പം ആർക്കെങ്കിലും പോകാനുള്ളവർക്ക് വോയേജ് ടു വിക്ടറി ആയിരിക്കും ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാം. ഓക്കെ, എനിവേ ഗായത്രി ജർമ്മനിയിൽ ചെന്ന് കഴിഞ്ഞാലും വോയേജിന്റെ എല്ലാ സപ്പോർട്ടും എല്ലാ അസിസ്റ്റൻസും ഗായത്രിക്ക് ഉണ്ടാവും. കൺഗ്രാറ്റുലേഷൻസ്, വിഷ് എ ഹാപ്പി ജേർണി. താങ്ക് യു.